ഇരിക്കുന്നേ? തങ്ങളെ കാത്തിക്കാണ്. തങ്ങളെ കണ്ടിട്ടുണ്ടോ മുമ്പ്? കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുകയാണോ? ആദ്യമായിട്ട് കണ്ട ആദ്യം എന്താ പറയാ? അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇവിടെ നമുക്കിപ്പോ കാണാൻ സാധിക്കും കൊച്ചു കുട്ടികളൊക്കെ. എന്തിനാ ഇവിടെ മോനെ? ഇവിടെ എന്താ പേരെന്താ? ജാസിം ജവാദ്. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സമസ്തയുടെ പരിപാടിക്ക്. ആരാ വരുന്നത്? തങ്ങളോ? പറയണ്ട. ഓക്കെ, അപ്പൊ ജിഫ്രി തങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിമാനം നമ്മുടെ സമസ്ത എന്നൊക്കെ പറഞ്ഞ് SPBയുടെ പ്ലക്കാർഡുകൾ ഏന്തി നമ്മുടെ അഭിമാനം, നമ്മുടെ സമസ്ത വിശ്വാസത്തിൻ്റെ ശതാബ്ദി യാത്രയ്ക്ക് സ്വാഗതം. സമസ്ത 100 ചരിത്ര യാത്ര. എന്താ പേര് മോന്റെ? സുഹൈൽ. ഇസ്മായിൽ വഫ. വലിയ പേരാണ്. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഓക്കെ, ജിഫ്രി തങ്ങളെ കാണാനാണല്ലേ? ഇപ്പോൾ ജിഫ്രി തങ്ങളെ സ്വീകരിക്കാൻ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഒത്തിരി സ്ത്രീകളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബസമേതം ഇവരൊക്കെ ജിഫ്രി തങ്ങളെ കാണാനും സ്വീകരിക്കാനും ആശീർവദിക്കാനും ഒക്കെ ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ അകമ്പടി വാഹനം തൊട്ടുപിറകെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജിഫ്രി തങ്ങൾ ഇതാ തങ്ങൾ ഉസ്താദിനെ സ്വാഗതം എന്ന്. എന്താണ് ഇതാ തങ്ങൾ ഉസ്താദിന് സ്വാഗതം അല്ലേ? എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ എന്തിനാ നിൽക്കുന്നേ? തങ്ങളെ കാണാനാണോ? ഓക്കെ, തങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? തങ്ങൾ ഇതുവരെ കണ്ടില്ല. ടിവിയിലും ചാനലിലൊക്കെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഫോണിലൊക്കെ നേരിട്ട് കാണാൻ ആദ്യമായിട്ടാ അല്ലേ? അപ്പൊ ആദ്യം കണ്ട എന്താ പറയാ? ആദ്യം അസ്സലാമലൈക്കും എന്ന് പറയും. അപ്പൊ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? തങ്ങൾ കേട്ടില്ല, മൈക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കേട്ടില്ലെങ്കിൽ നമ്മളെ ചെറിയ ശബ്ദം കേൾക്കുമല്ലോ ചിലപ്പോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ കൈവീശി കാണിക്കും. ഇതിലും മേലെ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം അയാളെ ഈ നയിക്കുന്ന നേതാവിന്റെ ആയുസ്സിന് അള്ളാഹ് ആരോഗ്യത്തോടെ നീട്ടിക്കൊടുക്കട്ടെ. ഒരുപാട് കാലം നമ്മൾക്ക് സമുദായത്തിനും ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരുപാട് കാലം അള്ളാഹ് ആയുസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ. കേട്ടില്ലേ? പടച്ചോ ഹൈറാക്കട്ടെ. നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ജിഫ്രി തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തി പോകുമ്പോൾ അതൊരു പുതിയ തലമുറയിൽ എത്രമാത്രം മാറ്റങ്ങളൊക്കെ വരുത്തി. ഈ കുട്ടികളൊക്കെ നമ്മൾ ഇവിടെ റോഡിൽ ഇറങ്ങി നിൽക്കുവാണ്. ഇതിലെ ഈ നേതാവിന്റെ പിന്നാലെ എത്ര ആളുണ്ടാവും പറഞ്ഞാൽ കണക്കുണ്ടാവില്ല. അത്ര ആളുണ്ടാവും, യാതൊരു സംശയങ്ങളും. ഈ കാലഘട്ടത്തിന്റെ നമുക്ക് അള്ളാഹു തന്നൊരു ഒരു സമ്മാനമാണ്. ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടിയത് ഈ ദുനിയാവിലെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇനി ഇതിലും മേലൊരു ഭാഗ്യം അള്ളാഹുടെ ദുനിയാവിൽ കിട്ടാനില്ല. കാരണം അത്രക്കും പറ്റിയ ഒരു കറ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അത് മനസ്സിലായിക്കോളി. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും വളരെ മനോഹരമായ നമുക്കൊക്കെ ഒരു ആവേശം നൽകുന്ന വീഡിയോയിൽ വൈറലാക്കണം. ഈ വൈറലാണ് ഇപ്പോ സമസ്തയുടെ കൂടെ. സമസ്തയുടെ എന്തിനാ ഞങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത്? ജിഫ്രി തങ്ങളെ കാണാന്. അപ്പൊ ജിഫ്രി തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു. സമസ്തയുടെ പ്രസിഡന്റ്. പിന്നെ ഒരു വലിയ പണ്ഡിതനാണ്. പിന്നെ അടുത്ത് നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ഓക്കെ, സംസ്ഥയുടെ പ്രസിഡന്റ് ആണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് ജിഫ്രി താങ്കൾക്ക്. ജിഫ്രി താങ്കൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, സത്യമാണ്. അപ്പൊ അത് ഫാൻസ് അല്ല, നമ്മൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ജിഫ്രി തങ്ങളുടെ അനുയായികളാണ് നമ്മളൊക്കെ അല്ലെ? സമസ്ത എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അല്ലെ? നമുക്ക് മദ്രസയിലും നമ്മൾക്ക് ഇൽമും അറിവും ഒക്കെ പഠിപ്പിച്ചു തരുന്നതാണ് സമസ്ത അല്ലെ? അപ്പൊ ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്ന് പറയുമ്പം നമ്മുടെ നേതാവാണ് അല്ലേ? അപ്പൊ ആ നേതാവിന് പിറകിലാണ് നമ്മൾ ഇങ്ങനെ അടി ഉറച്ചു നിൽക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ജിഫ്രി തങ്ങൾ സിന്ദാബാദ് വിളിച്ചാലോ? ഒന്ന് വിളിച്ചെടുത്തോ. വിളിച്ചോ?